പതറാതെ നിൽക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് യാക്കൂബ് നബി അള്ളാഹുവിനോട് സഹായം നേടി, അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ച് കരഞ്ഞ് യാക്കൂബ് നബിയുടെ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ യാക്കൂബ് നബിയോട് വന്ന് പറയുന്നത്, യൂസുഫ് നഷ്ടപ്പെട്ടില്ലേ, ഇനിയും എന്തിനാണ് കാത്തു നിൽക്കുന്നത്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങളുടെ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ യാക്കൂബ് നബി പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങൾക്കറിയാത്ത പലരും എന്റെ രക്ഷിതാവിനെ കുറിച്ച് എനിക്കറിയാം. രക്ഷിതാവിനെ പ്രതീക്ഷ അർപ്പിച്ചപ്പോൾ ആ പിതാവിനെ അള്ളാഹു കാഴ്ചയെ തിരിച്ചു കൊടുത്തു, നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ യൂസുഫ് നബി ഒക്കെ തിരിച്ചു കിട്ടി, സഹോദരന്മാർ തന്റെ കാൽക്കീഴിൽ വന്നു. ഈ സന്ദർഭത്തിൽ യൂസുഫ് നബി അവരോട് പറയുന്നു, യാത്രയിലേക്കുമല്ലോ, ഇത് നിങ്ങൾക്കൊരു കുറ്റവുമില്ല, എല്ലാം ഞാൻ പുറത്തു നൽകുക. കാരണം എന്റെ രക്ഷിതാവ് ഈ സന്ദർഭത്തിൽ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകാനാണ്. അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നത് അത് യൂസുഫ് നബി കൃത്യമായി വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, ഇതാണ് ഖുർആനിന്റെ കഥ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ ഇടറുന്ന മനസ്സിന് അള്ളാഹു മനക്കരുത്ത് നൽകും. നബിയോട് പറഞ്ഞില്ല, ഇടറുന്ന മനസ്സിനാൽ പരിഹാരം നൽകുമെന്ന് നബിയോട് ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇതിന്റെ പാഠങ്ങൾ ലോകത്ത് കാണാം. എല്ല് പൊന്തിയ കല്ലും വേണ്ടി ഇസ്രായേൽ പട്ടാളത്തിന് നേരെ